ഹായ് ഫ്രണ്ട്സ്, ഞാൻ കെട്ടുമുട്ടൊക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് കരുതുന്നുണ്ടാവും അല്ലേ. ഇത് മാസത്തിൽ 1-2 പ്രാവശ്യം ഇതുപോലെ കെട്ടൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, മക്കളും കൂടിയുണ്ട്. അവരിപ്പോൾ സ്കൂളിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ കെട്ടിലെന്താണെന്ന് അറിയണ്ടേ, എൻ്റെ കുറച്ച് ഡ്രസ്സും പിന്നെ കുക്ക് ചെയ്യേണ്ട സാധനങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. എന്നെ അടുത്തറിയാത്ത കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീതു നീലാംബരിയുടെ നീലാംബരി എന്താണ്, ആരാണ് എന്നൊക്കെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നീലാംബരി ആരാണെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നല്ല മഴക്കോളൊക്കെ ഉണ്ട്. ഞാൻ വഴിക്ക് പെട്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല, കാരണം കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ മക്കൾ സ്കൂളിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് ഹെൽമെറ്റ് അതെടുക്കണം. പിന്നെ ആ ഡ്രസ്സൊക്കെ നനഞ്ഞു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഒരുപാട് ദൂരം പോകാനുണ്ട് കേട്ടോ. എനിക്ക് ഈ സ്കൂട്ടിയിലൊരു 1 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ നീലാംബരി. വീട്ടിൽ കൂടൽ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ്. പക്ഷെ ഞാനും ഏട്ടനും മക്കളും കൂടെ ഒരു 1.5 മാസം മാത്രമേ ഇവിടെ നിന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ 1.5 മാസത്തിന് ശേഷം ഷൈജോട്ടൻ ഗൾഫിലോട്ടേക്ക് പോയി. പിന്നെ മക്കളെ സ്കൂൾ മാറ്റി ചേർത്തിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ പറയുക, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് അവരെ മാനേജ് ചെയ്യാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ടേക്ക് തന്നെ പോയത്. ഇടയ്ക്ക് വരും, ഒന്ന് ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ 1-2 ദിവസം താമസിക്കും, അത്രമാത്രമേ ചെയ്യലുള്ളൂ. ഹോം ടൂർ ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഒരുപാട് ഫർണിച്ചറും കാര്യങ്ങളൊന്നും വീട്ടിൽ വാങ്ങി വെച്ചിട്ടില്ല. പിന്നെ വീട്ടിൽ കൂടലിൻ്റെ സമയത്ത് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഡൈനിങ് ടേബിളും ഈ ചെയറും പിന്നെ ഫ്രിഡ്ജ്, TV, ഒരു കട്ടിൽ, ഒരു കിടക്ക, പിന്നെ 3 അലമാര ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാത്രങ്ങളും, ഇത്രയേ ഉള്ളൂ. ഇതിൽ എക്സ്ട്രാ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. എക്സ്ട്രാ വാങ്ങിയതെന്ന് വെച്ചാൽ മിക്സി, പിന്നെ കുറച്ച് ചിരവ, കുറച്ച് പ്ലേറ്റ്, ഇങ്ങനെ അത്യാവശ്യം വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളെല്ലാം വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 ദിവസത്തേക്കൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ്. പിന്നെ നമ്മുടെ ഈ വീട്ടിൻ്റെ തൊട്ട് ബാഗിൽ തന്നെയാണ് അച്ഛനും അമ്മയും നിൽക്കുന്നത്, തറവാട്ടിൽ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളെല്ലാം വേണമെങ്കിൽ ഞാൻ അവിടെ പോയിട്ടും എടുക്കും. അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യൽ. പിന്നെ കുക്ക് ചെയ്യേണ്ട സാധനം ഒന്നും ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. അരി, അങ്ങനത്തെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സാധനം ഇവിടെ ഇല്ല. അത്യാവശ്യം കുറച്ചൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ബാക്കി തേങ്ങയും അരിയൊക്കെ ഞാൻ അപ്പുറത്തുനിന്ന് അമ്മേൻ്റെ അടുക്കുന്ന എടുക്കലാണ്. അപ്പം നമ്മുടെ 2ാമത്തെ നിലയിൽ ഓടിട്ടിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ നല്ലോണം ചോർന്നിട്ട് ഇങ്ങനെ സ്റ്റെയർ കേസിലൂടെ ഒഴുകിയിട്ട് സെൻട്രാളിലൊക്കെ വന്ന് വീഴുന്നുണ്ടായിരുന്നു വെള്ളം. അപ്പോൾ എൻ്റെ മാമനും ഏട്ടനും കൂടെ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ സെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പക്ഷെ മഴ പെയ്തിനില്ല. ഇനി മഴ പെയ്താൽ റിസൾട്ട് എന്താണെന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ 1:30 കഴിഞ്ഞു, 2:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് മക്കളെ സ്കൂളിലേക്ക് കൂട്ടാൻ പോകണം. ഒരുപാട് ദൂരം അങ്ങോട്ട് എത്തേണ്ടതാണ്. അപ്പോൾ നല്ല ടെൻഷനുണ്ട്. അവർ വരുന്നതിന് മുന്നേ ഒരു താഴത്തെ നിലയെങ്കിലും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കിന്ന് നൈറ്റ് ഓഫ് ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഒരുപാട് യാത്രയും ചെയ്ത് നല്ല പണിയുമായിരുന്നു. പിന്നെ എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് കൂട്ടാൻ പോകേണ്ട തിരക്കിൽ ഞാനെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തേട്ടാ. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനെല്ലാം വാതിലെല്ലാം ഒന്ന് ക്ലോസ് ചെയ്തോ നോക്കാൻ വേണ്ടി ഒന്ന് മേലേക്ക് പോയി നോക്കി. ഇനി ഒരുപാട് പണി ബാക്കി കിടക്കുകയാണ് കേട്ടോ. ഇനിയെല്ലാം പോയിട്ട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇനി ഭക്ഷണമൊന്നും എനിക്ക് കുക്ക് ചെയ്യാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പം തന്നെ നല്ല ക്ഷീണമുണ്ട്. ഒന്നാമത് ഇന്നലെ നൈറ്റ് അല്ലായിരുന്നോ, പകൽ ഉറങ്ങാണ്ട് എനിക്ക് തീരെ പിടിച്ച് നിൽക്കാൻ കഴിയില്ല. ഭയങ്കര തലവേദനയായിരിക്കും. അപ്പം ഞാൻ ഇറങ്ങി. എല്ലാം കൂടെ കൂനുമല കുരുവെന്ന് പറഞ്ഞ മാതിരി എനിക്ക് നല്ല മുട്ടം പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സ്കൂട്ടീൻ്റെ ബേക്കിലത്തെ ടയറിന് കാറ്റും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ആ കാറ്റില്ലാത്ത വണ്ടി എടുത്ത് 5.5 കണ്ടിയോളം പോയി കാറ്റടിച്ച് അടിക്കേണ്ട പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ, പഞ്ചറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായത്. ഞാൻ മക്കളെല്ലാം കൂട്ടി വന്ന് അവരെ കുളിപ്പിച്ച് റെഡിയാക്കി. ശ്രീകുട്ടൻ വിളക്ക് കത്തിക്കേണ്ടവരെല്ലാം നോക്കുന്നുണ്ട്. അപ്പോഴെങ്കിലല്ലേ വിളക്കൊക്കെ കത്തിക്കുന്നുള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ശ്രീകുട്ടൻ തന്നെ നോക്കിക്കോളൂ. അതിൻ്റെ പിറകെ ഒന്നും ഞാൻ പോകേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. വരുമ്പോൾ രാത്രിയത്തെ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കുറച്ച് വീട്ടുവിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.